നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് നിലവിലെ അവസ്ഥ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു തരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഭയമാണ്. മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് ജീവിത സാഹചര്യങ്ങളെ നോക്കി ഒരുപാട് ഭയം. എനിക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്നെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചുറ്റുമുണ്ട്. എൻ്റെ വിജയത്തിന് തടസ്സമായിട്ട് എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള നല്ല അവസരങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടായ മാനസികമായി ഇമോഷണലായിട്ട് തകർന്നിരിക്കുന്നതായിട്ടുള്ള ആ സിറ്റുവേഷൻ കാരണം നമ്മുടെ മുന്നിൽ തെളിയുന്നതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ബന്ധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് കടന്നു പോകുന്നതിന് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വെല്ലുവിളി എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് വെല്ലുവിളി? ഓക്കെ, നിങ്ങൾ ഭയപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, റിലേഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം. അതിനെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വലിയ ഭാരത്തിലായിരിക്കുന്നതായി കാണുന്നു. ഭയപ്പെടുകയാണ്. സാഹചര്യത്തെ ഒരുപാട് ഭയന്ന് നിൽക്കുന്ന ഒരു എനർജി. നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പാഷനുള്ള ചില കാര്യമായിരിക്കാം, പക്ഷേ അതിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേരും? സാഹചര്യങ്ങളിലേക്ക് നോക്കി പിന്തിരിഞ്ഞ് മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് നേരിടുന്നതായിട്ടുള്ള വെല്ലുവിളി. സാമ്പത്തിക കാര്യങ്ങളാണ് കൂടുതലും. മനസ്സ് ജഗിൾ ചെയ്യുന്നു, കൃത്യത കിട്ടുന്നില്ല. മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മറ്റിൽ ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾക്ക് മാനസികമായിട്ട് ഇത് ശരിയാകുമോ, കുറേ നാളായിട്ട് കാണുന്നോ, നടക്കുമോ ഇല്ലയോ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് പറയാൻ നടക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സ് ഇങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് നടക്കത്തില്ല. അഫർമേഷൻ്റെ അർത്ഥം തന്നെ നമ്മളതിനെ പൂർണ്ണമായും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അഫർമേഷനിലൂടെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നത്. അതല്ലെങ്കിൽ അത്രയും തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്ത് പണം ചിലവാക്കി മുന്നോട്ട് പോകണം. ഇല്ലാത്തവർക്ക് നിങ്ങൾ അഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഗോളുകൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗോളുകൾ നേടിയെടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം, നിങ്ങളിൽ ഉള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും പരിഹാരങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ. ആ പരിഹാരം എന്താണ്? ആ മാർഗം എന്താണ്? ഓക്കെ, നമ്മളൊരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ആ കംഫർട്ട് സോൺ പൊട്ടിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ്. നമ്മൾ ഒരിക്കലും നിലവിലുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന്, അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ പൊട്ടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം റിസ്ക് എടുക്കേണ്ടിയിരിക്കുന്നു. റിസ്ക് എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. എല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഇത്രയും വർഷങ്ങൾ വേസ്റ്റായിരിക്കുന്നതിലും നല്ലത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് പരാജയമോ വിജയമോ സംഭവിക്കാം. അതാണ് റിസ്ക് എന്ന് പറയുന്നത്. എന്ത് തന്നെ ആണെങ്കിലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാകുക. നിങ്ങൾക്ക് കിട്ടുന്ന പണം ഇനി എത്രയാണെങ്കിലും, ഇപ്പോൾ 100 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൽ 1 രൂപയെങ്കിലും നിങ്ങൾ സേവിങ്സ് ആക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ പണം എടുക്കാത്ത രീതിയിൽ സേവിങ്സ് ആക്കുക. നിങ്ങൾക്ക് 90 രൂപയെ സാലറി കിട്ടിയോളെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ബാക്കി 10 രൂപ നിങ്ങൾ സേവിങ്സ് ആക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം സേവിങ്സ്, അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കാനുള്ളവർക്ക് മൊത്തം അങ്ങ് കൊടുത്തതങ്ങ് തീർക്കുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലില്ല, നമ്മൾ കടം വാങ്ങാൻ പോകും. അപ്പം എപ്പോഴും ഒരു ശൂന്യതയാണ് നമ്മുടെ കൈകളിൽ അനുഭവപ്പെടുന്നത്. ആദ്യം നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മിച്ചം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കണം. കൃഷിക്കാർ ചെയ്യുന്നത് പോലെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. കൃഷിക്കാരെങ്ങനെ വിളവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ളതിന് വേണ്ടി ആദ്യം അവർ മാറ്റി വെച്ചതിന് ശേഷമാണ് തൻ്റെ ആഹാരത്തിനാണെങ്കിലും വിൽപ്പനയ്ക്കാണെങ്കിലും അവർ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള വേദനകളാകാം, സന്തോഷങ്ങളാകാം, അതിൽ ജീവിത പാഠം എന്താണ്? നിങ്ങൾ കഴിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വന്ന പാസ്റ്റ് ലൈഫിൽ വന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചതിൽ രണ്ട് കാർഡുകൾ വീണിട്ടുണ്ട്. ഓക്കെ, അതിൽ ടവറാണ്. നല്ല രീതിയിൽ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് നിന്നിരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ജീവിത പാഠമാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വ്യക്തികളെ കൂടെ നിർത്താം, എങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകൾ കേൾക്കാം, ജീവിതത്തിൽ തകർന്നു പോകുന്ന അന്ധകാരത്തിലായി പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉള്ളത്, അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റത്, ഇതെല്ലാം നിങ്ങൾക്കൊരു ജീവിത പാഠമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ടവറിൻ്റെ കാർഡ്
വന്നിരിക്കുന്നു. ഒരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ച നമ്മളെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാകാം, ചില റിലേഷൻ ആകാം. ഒരിക്കലും മരിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നൊക്കെ വാക്കുകൾ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരിക്കലും എനിക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് മാറേണ്ടി വരില്ല, ഇത് എൻ്റെ സ്ഥാപനമാണ്, ഈ വസ്തുവിൽ നിന്ന് ഒരിക്കലും എനിക്ക് പോകേണ്ടി വരില്ല, ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഇറങ്ങേണ്ടി വരില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ഒരുപാട് അമിത വിശ്വാസം കൊടുത്ത് കെട്ടി ഉയർത്തിയതെല്ലാം തകർന്നു പോയത് നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത് ഈ ഭൂമിയിലൊന്നും സ്ഥിരതയില്ലാത്തതാണ്, എല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് പ്രപഞ്ചം നമുക്ക് നൽകുന്നതായിട്ടുള്ള പാഠം. അതുകൊണ്ട് തന്നെ വ്യക്തികളിലാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ആകാതിരിക്കുക. ഓക്കെ, നമുക്ക് ഒരു പരിധി വരെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൽപ്പിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിനെ കഴിയും വാല്യൂ മറ്റൊന്നിനും കൊടുക്കരുത് എന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പാഠം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ജീവിത പാഠമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ ജീവിത പാഠമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഫ്യൂച്ചർ. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ പുതിയ അവസരം എന്താണ് കാത്തിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ പുതിയ അവസരം എന്താണ് കാത്തിരിക്കുന്നത്? 9 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ ഒരു ലക്ഷറി ലൈഫാണ് നിങ്ങളെ തേടി പ്രപഞ്ചം കാത്തു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റൂട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എന്താണ്? നിങ്ങളുടെ ഈ ജീവിത പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. പഠിച്ചില്ലാന്നെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മാനസിക ബലത്തെ ഉയർത്തിയെടുക്കണം. ജീവിതത്തിൽ വന്ന വഴികളെല്ലാം നമുക്ക് ഗുണപാഠമായിരിക്കണം എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നു. സാമ്പത്തിക ഉയർച്ച നല്ല രീതിയിൽ നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട്ടായിട്ടോ അല്ലെങ്കിൽ വാക്കുകളായിട്ടോ നിങ്ങൾക്ക് പറയാം. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒന്നല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ശക്തിയാണ്. ഓക്കെ, നമ്മളെ സൃഷ്ടിച്ചതായിട്ടുള്ള, നമ്മുടെ ജീവശ്വാസം ഊതിയതായിട്ടുള്ള നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ അന്വേഷിച്ച് നമ്മൾ പുറമേ പോയി അവിടെയും പണം ചിലവാക്കി ഇവിടെയും പണം ചിലവാക്കി പോകേണ്ട കാര്യമില്ല. നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മളിൽ ആ ഒരു ബലം, സ്നേഹം, ഐശ്വര്യം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ വിളക്ക്. ഓക്കെ, അത് നിറഞ്ഞു തുളുമ്പുന്നതിന് പകരം നമ്മൾ ചിരിക്കുമ്പോൾ കണ്ണ് എത്രത്തോളം പ്രകാശമായി മാറുന്നു, എത്രത്തോളം തിളങ്ങി നിന്ന് ചിരിക്കുന്നുണ്ടോ, അതാണ് ദീപമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രസാദം. അതാണ് ചിരിയാണ് പ്രസാദം. നിങ്ങൾ നല്ല രീതിയിൽ പുഞ്ചിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം അവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കരയുന്ന വ്യക്തികൾക്ക് അവിടെ നിങ്ങൾ ദൈവത്തെ കൂടുതൽ വേദനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആകുവാൻ സാധിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് കുട്ടികളുള്ള സാധ്യതകൾ ഇവിടെ തെളിഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള അവസരത്തിൻ്റെ പാത ഏതാണ്? ഓരോ വ്യക്തികളിലും നമ്മളുടെ ബ്ലെസ്സിങ്ങിനുള്ള പാതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പലപ്പോഴും നമ്മളത് കണ്ടിട്ടും ഇഗ്നോർ ചെയ്യുന്ന വ്യക്തികളുണ്ട്. എങ്കിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാത ഏതാണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് സണ്ണാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശത്തെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ശക്തി തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ സൂര്യോദയമുണ്ട്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുനീര് കൊണ്ടും നമ്മുടെ വിഷമമാകുന്ന കാർമുകിൽ കൊണ്ടും അതിനെ മൂടി വെച്ചേക്കും. ഓക്കെ, ഒന്ന് മാറി അതിനെ സൂര്യനെ പ്രകാശിക്കാൻ അനുവദിക്കാതെ, അതിൻ്റെ ജ്വാല എത്രത്തോളമാണെന്ന് നമ്മളിലേക്ക് എത്താതെ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അതിനെ അന്ധകാരത്തിലേക്ക് മാറ്റി നിർത്തിയേക്കും. ഓക്കെ, അതിനെ നമ്മൾ ജ്വലിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സിനോട് പറയുന്നത്. നമ്മളുടെ ഉള്ളിലെ ഇൻറ്റ്യൂഷൻ പവറിനെ ജ്വലിപ്പിക്കുക, നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സ്ട്രോങ് ആക്കുക എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. ഇന്നർ സ്ട്രെങ്ത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിൽ ആശ്രയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രതികൂല സാഹചര്യത്തെയും നിങ്ങൾക്ക് ചാടിക്കടക്കുവാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ദിക്കുകളും ഇവിടെ 4 ദിക്കുകളെ കാണിക്കുന്നുണ്ട്. 4 ദിക്കുകളും നമുക്ക് അനുകൂലമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിനെയെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരിക. നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഊർജ്ജം നമുക്ക് വേണ്ടി മാത്രമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് ഒതുങ്ങിപ്പോകുന്നത്. സൂര്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇന്ന കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉദിക്കുന്നത്, ഇന്ന കാസ്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രകാശം പരത്തുന്നത്, ഞാൻ ഊർജ്ജം കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമാണ് എന്നൊന്നും സൂര്യന് ഒരു വ്യത്യാസവുമില്ല. മരണത്തിനും അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. ഞാൻ ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവരെ മാത്രമേ ആദ്യം എടുത്തുകൊണ്ട് പോകുകയുള്ളൂ. ഓക്കെ, അതൊക്കെ ആൾക്കാർ വാദിക്കുന്നതാണ്. ഓക്കെ, ദൈവം വരുമ്പോൾ ഇന്ന കാറ്റഗറിയിലുള്ളവരെ മാത്രമേ എടുത്തുകൊണ്ട് പോകുള്ളൂ എന്നൊക്കെ വാദിക്കുന്നതാണ്. ആരാണോ നല്ല മനുഷ്യൻ, മനസ്സുകൊണ്ട് കൃത്യതയോടുകൂടിയും നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ആരാണോ അവരെ തേടിയാണ് ദൈവത്തിൻ്റെ വരവ്. ഓക്കെ,
മറ്റുള്ളവരുടെ വിശപ്പ് കാണുമ്പോൾ ഞാനും അനുഭവിച്ചിരുന്നു അതുപോലെയുള്ള ഒരു വിശപ്പ്, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഞാനും അനുഭവിച്ചിരുന്നു അതുപോലെയുള്ള വേദന എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അറിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ജീവിത അറിവുകളായിരിക്കാം. ഇപ്പം നമ്മൾ ഗ്രാജുവേറ്റ് എടുത്തെന്നും പറഞ്ഞ് ആ അറിവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു അറിവിനെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ പവർ തന്നിട്ടുണ്ട്. ആ പവറിനെ മറ്റുള്ളവർക്ക് കൂടി ജ്വലിക്കുന്നതിന് സഹായിക്കുക. ഇപ്പം ഓരോ തിരിയും മറ്റൊരു തിരിയെ കൂടി കത്താൻ സഹായിക്കുന്നത് പോലെ, ഈ വിളക്കിൽ നിന്നും അടുത്ത വിളക്കിലേക്ക് തീ പകർന്നു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ജ്ഞാനത്തെ, നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവർക്ക് കൂടി കത്തി ജ്വലിക്കുവാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ കൂടി പ്രകാശമാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിന് സഹായിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് എന്താണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ ഉയർച്ചയെ താഴ്ചയെ പ്രതി നിങ്ങളുടെ ചുറ്റിനുമുള്ള വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇവിടെ നിങ്ങൾ ഹാപ്പി ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ഫാമിലിയിലുള്ളവരാണ്. നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുമുണ്ട്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നമ്മുടെ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളാകാം. ഓക്കെ, അവരെല്ലാം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം, സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ പിന്നെ ചില വ്യക്തികൾ, നമുക്കിപ്പം ചുറ്റിനുമുള്ളത് നമ്മുടെ ഫാമിലി മാത്രമല്ലല്ലോ, പുറമേ ഉള്ള വ്യക്തികൾ കൂടി ഉണ്ടല്ലോ. അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കര പണക്കാരാണ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടും നിങ്ങൾ പണമൊന്നും തരുന്നില്ല, നിങ്ങൾ നീതിന്യായം എന്ന് കൃത്യതയോട് കൂടി ചെയ്യാത്ത വ്യക്തിയാണ്. ഓക്കെ, പണം ഉണ്ടായിട്ടും നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായി യാതൊരു കാര്യങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ചില വ്യക്തികളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള പല ആൾക്കാരും പൈസയെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നോക്കിയായിരിക്കാം നമ്മളെ വിലയിരുത്തുന്നത്. ആ ഒരു വിലയിരുത്തലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മളോട് സന്തോഷത്തോടു കൂടി, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, ഓക്കെ, അവർക്ക് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ് അവർക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പെൻഡിക്കിളാണ്. എന്തിനും അടിസ്ഥാനം പൈസയാണ്. പണം ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും നമ്മളോടുള്ള ഒരു സ്നേഹവും ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പണം ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങളെ മാറ്റി നിർത്തുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ എനർജി കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങളുടെ ഭയം എന്താണ്? പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പ്രതീക്ഷ എന്താണ്? ഓക്കെ, ജഡ്ജ്മെൻറ്റ് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്തു പോയ കർമ്മകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു പോകണമെന്നും, നിങ്ങൾക്ക് സന്തോഷവും സമാധാനം വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നീതി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കർമ്മ ലഭിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ദ്രോഹിച്ചവർക്ക് തിരിച്ച് കർമ്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കർമ്മ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇനിയും അത് തിരികെ വരുമോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സുഖത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഭയപ്പെടുന്നത്? പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഭയം എന്താണ്? ഓക്കെ, ദ ക്യൂൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് മെറ്റീരിയലിസ്റ്റിക് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ സെലിബ്രേഷൻ ആകാം, കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിജയമോ, ജോലിയിൽ ഉയർച്ചയോ, അങ്ങനെ സ്ഥാനക്കയറ്റമോ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതാരുമാകാം. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർക്കുന്നതിനുള്ള ചില സിറ്റുവേഷൻ ചില വ്യക്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില സ്ഥലത്ത് നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുമോ, എനിക്ക് ജോലി നഷ്ടപ്പെടുമോ, ജപ്തി സംഭവിക്കുമോ, എനിക്ക് ഈ വീടോ കാറോ ഇത് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചില സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഇവിടെ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, അന്തിമ ഫലം എന്താണ്? പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ഇതെല്ലാം പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചം നൽകിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എന്തായിരിക്കും? പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരിക്കും ഫലം? ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ അധികാരത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നു. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മിതിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉയരങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാനും നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം തന്നെ നിങ്ങൾക്കുണ്ടാകും. സ്ഥാനം, മാനം എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്?
ഓക്കെ, ഈ ബന്ധിച്ച് നിന്നിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റിൽ നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാതിരുന്ന ചില സിറ്റുവേഷൻ, നിങ്ങളുടെ വാക്കുകളെല്ലാം നെഗറ്റീവായി, നിങ്ങളൊരു നെഗറ്റീവാണ്, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്നിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മൊത്തം വാളുകളെല്ലാം തലയും കുത്തി നിൽക്കുകയാണ്. ഓക്കെ, ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ വാള് ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. എപ്പോഴാണ് വാള് ഉയർത്തിപ്പിടിക്കുന്നത്? നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലേ? അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നു. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം വന്നുകൊണ്ട് നിങ്ങളെ തല്ലിയവരും നിങ്ങളെ അടിച്ചോടിക്കാൻ ശ്രമിച്ചവരും നിങ്ങളെ നാണം കെടുത്തിയവരും നിങ്ങളുടെ വിജയത്തിന് തകർച്ചയ്ക്ക് വേണ്ടി കാത്തു നിന്നവരുമെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജയം പറയുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞ് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ കടന്നു വരും. നിങ്ങൾ ഒരു സ്റ്റാറായി മാറുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമായി കറങ്ങി തുടങ്ങും. നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് അനുകൂലമായി വന്നു തുടങ്ങുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിലേക്ക് അട്രാക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക. പ്രത്യേകിച്ച് പറയാം, വീഡിയോ കണ്ടു എന്ന് വിചാരിച്ച് ആർക്കും ഒന്നും ലഭിക്കുന്നതല്ല. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ സ്കൂളിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെയാണ്. എല്ലാ കുട്ടികളും 25 കുട്ടികളും ക്ലാസ്സിൽ ഒരേ പാഠങ്ങൾ ഒരുമിച്ച് കേൾക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുന്നെങ്കിലും അതിൽ കുറച്ച് വ്യക്തികൾ മാത്രം ആ പഠിക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ ഒരു ചിത്രം പോലെ പഠിപ്പിക്കുന്ന സമയത്ത് അത് കാണുകയും അതിനെ ആ നിമിഷം തന്നെ തൻ്റെ ബോധ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും വീട് ചെന്നതിന് ശേഷം അതിനെ വീണ്ടും റിപ്പീറ്റായിട്ട് അതിൻ്റെ ആ ഒരു കാര്യത്തെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കും ഫുൾ മാർക്ക് വാങ്ങുവാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം ഇത് കേൾക്കുന്ന സമയത്ത് ഓടിച്ച് കേൾക്കുക, അവിടെ ഇവിടെ മാത്രം കേൾക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസോട് എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് പറയാണ്, എൻ്റെ ജീവിതത്തിൽ തകർച്ച മാത്രമേ ഉള്ളൂ, ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, ഈ നാശം പിടിച്ച ലോകം അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ കൂടെ ശരി തന്നെ, ഒരു രക്ഷയും ഇല്ല, എല്ലാം നശിച്ച് ഇനി എങ്ങനെ ജീവിക്കുമോ എന്തോ. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് ഇത്രയും നേരം വീഡിയോ കേട്ട് വന്നിരുന്ന ആ കോൺഫിഡൻസ് അവിടെ തലയും കുത്തി തറയെ വീഴുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ആ നെഗറ്റീവ് വാക്കുകൾ, നെഗറ്റീവ് ഇതൊന്നും നിങ്ങളുടെ വിശ്വാസത്തെയോ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. അവർ വന്ന് പറയുന്നു ക്യാൻസൽ, ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ നല്ലതാണ് വരുന്നത് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ വിശ്വാസത്തെ ആരും കവർന്ന് തിന്നുവാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുത്താൽ മതി. നമ്മളിത് കേട്ടത് കൊണ്ട് മാത്രം അഫർമേഷനായി മാറുന്നില്ല. ഈ പറയുന്ന സമയത്ത് എത്ര പേരാണ് അത് വിഷ്വലൈസായി കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി കാണുന്നത് പോലെ നിങ്ങൾ ആരൊക്കെയാണോ കണ്ടത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ഇത് സക്സസ് ആകുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് മാത്രം പോരാ, വേറൊരാളുടെ നെഗറ്റീവ് വന്ന് നിൽക്കുന്ന സമയത്ത് അതിനെ ചെറുക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമായിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.